രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾ മങ്ങുന്നു. വിദർഭയുടെ ലീഡ് 300 കടന്നു. സെഞ്ചുറി നേടിയ കരുൺ നായർ പുറത്തായി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുകയാണ്. ഖിലാഫ്, ഒരു ദിവസം മാത്രം ശേഷിക്കെ കേരളത്തിന് ഇനിയും എന്തെങ്കിലും പ്രതീക്ഷകൾ ബാക്കി നിൽക്കുന്നുണ്ടോ? ലക്ഷ്മി പത്മ, അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് കേരളം ഈ ഒരു രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയത്. അതേപോലെ ഒരു അത്ഭുതം സംഭവിച്ചാൽ കേരളത്തിന് ഈ ഒരു രഞ്ജി ട്രോഫി സ്വന്തമാക്കാൻ പറ്റും. എന്നാൽ വിദർഭയുടെ ലീഡ് എന്നത് പറയുന്നത് ഇപ്പോൾ 300 കടന്നിരിക്കുകയാണ്. ഈ 300 റൺസ് അതിവേഗം അടിച്ചെടുക്കാൻ ഈ ഒരു ദിവസത്തിൽ കേരളത്തിന് സാധിക്കുമോ എന്നതും ഒരു പ്രസ്തുത ചോദ്യമാണ്. അത് മാത്രമല്ല, ബാക്കിയുള്ള 5 വിക്കറ്റ് കൂടി വിദർഭയ്ക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ ക്രീസിലുള്ളത് അക്ഷയ് വാദ്കറും അതേപോലെ ഹാർഷ് ദുബെയുമാണ്. ഇരുവരും കൃത്യമായി ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ബാറ്റേഴ്സാണ്. കരുൺ നായർ ഈ സെഞ്ചുറി നേടി കേരളത്തിനെതിരെ വിദർഭയ്ക്ക് മികച്ച സ്കോർ നൽകിയ കരുൺ നായർ ഇന്ന് പുറത്തായെങ്കിലും ഈ ഒരു 2 ബാറ്റ്സ്മാൻമാർ ക്രീസിൽ നിലനിൽക്കുന്നത് കേരളത്തിന് വെല്ലുവിളി തന്നെയാണ്. വീണ്ടും ഇവരെ പുറത്താക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെയും കൂടി പുറത്താക്കി കേരളത്തിന് ഒരു 350 റൺസ് അടിച്ചെടുക്കുക എന്നത് ഒരു ദുഷ്കരമായ ഒരു കടമ്പ തന്നെയാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് ഒരു രഞ്ജി ട്രോഫി എന്ന ആദ്യ ചരിത്ര ട്രോഫി സ്വന്തമാക്കാൻ സാധിക്കുക. ലക്ഷ്മി പത്മ, വിദർഭ ജയിച്ചാലും മലയാളിക്ക് ആശ്വസിക്കാൻ ഒരു കരുൺ നായർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ മത്സരം അവസാനിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാവുന്ന ഏക ഒരു വസ്തുത. അതാണ് കരുൺ നായരുടെ മികവിൽ കൂടിയാണ് വിദർഭ ഇത്തരത്തിൽ മുന്നേറിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഖിലാഫ് അഹമ്മദ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.